ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഒക്കെ ഇന്റെ അണ്ടറിലേക്കാരോ. അതൊക്കെ അതിന്റെ വേണ്ട പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാ ശരി, ഞാനേ ഇവിടെ ആളെ കാണാനില്ല, നോക്കട്ടെ. ഈ കുരുത്തം കുട്ടൻ എനിക്ക് ഒരു പണിയില്ല. നേരം വെച്ചാകുമ്പോ തന്നെ പെരട മുന്നിൽ വന്നിട്ട് അവിടെയാണെങ്കിൽ നേരം വെച്ച് നേരം നേരമായിട്ട് ചായയും കിട്ടിയില്ല. ഇപ്പൊ തുടങ്ങും ചർച്ച. ഏന്നോ ആ ഷാബാക്കനെ ഒന്ന് നീറ്റ് പോയൊക്കെയാണെടുത്തിട്ട് ഈ മണങ്ങുന്ന പോലെ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണേ. എങ്ങനെയും ആൾക്കാരെ കൈയും കാലും പിടിച്ച് ജയിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളെ ഇഷ്ടം കുറ്റും വെച്ചിട്ട്. ഒന്ന് നീറ്റ് പോയോക്കിന്നോ. ഞാൻ മെമ്പറായ ആർത്തെ കാര്യക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും അല്ലേ. ഞാൻ മെമ്പറാവാന്ന് പറഞ്ഞ അന്ന് പറഞ്ഞു നോക്ക് ഈ കുറ്റി. ഒന്ന് നീറ്റ് പോയോക്കി. ഓളോടെ കുളിക്കുക. ഇജെന്തോളം കുളിപ്പിക്കാൻ വന്നാ? ഓളോട് നിന്നിട്ട് വരാൻ പറയും. കാര്യങ്ങൾ എത്ര ചർച്ച ചെയ്യാണ്ട് ദിവസമാണ്ട് പോവപ്പോ. ഈ വോട്ടർ പട്ടികയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതില് പിന്നെ ഓൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. ഇപ്പൊ ഉള്ള മെച്ചൊക്കെ മതി. നല്ല രീതിയിൽ പോണൊരു കുടുംബമാണിത്. ഈ രാവിലെ തന്നെ വെള്ളം വെള്ളമൊക്കെ പേരുടെ മുന്നിൽ വന്നു നിന്ന് ആൾക്കാരെന്ത് വിചാരിക്കാം. ദയവേതിട്ട് ചീത്തപ്പേര് കേൾപ്പിക്കല്ലെങ്കിൽ. ഈ ഇത്രക്ക് സില്ലിയാടോ ജി. എടോ ഇനിയിപ്പോ അവള് മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും. ഇപ്പൊ പ്രചരണത്തിന് തന്നെ ഞങ്ങൾ ഒരു വാഹനത്തിൽ ഒപ്പം നിന്നിട്ട് പോകേണ്ടി വരില്ലേ? എത്ര വീട്ടിൽ ഞങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരും? ഇതൊക്കെ ആൾക്കാർ ചീത്ത പേര് പറഞ്ഞത്. ഇതൊക്കെ ഏത് കാലത്തോടെ ജീവിക്കുന്നത്? ആ അത് ശരി, അങ്ങനെയാണല്ലേ. ഒരു മിനിറ്റ് ഇട്ടാ ഇവിടെ ഇപ്പൊ വരാം. കൂടെയുള്ള നാറികൾ പറയും രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല. എത്ര സില്ലിയായിട്ട് ഞാൻ പോകാൻ കൈകാര്യം ചെയ്തു. അതിനൊക്കെ ഒരു ഐഡിയ വേണം. കടക്കട പടിപ്പുറത്ത് എന്റെ പേരത് എന്താണ് എനിക്ക് പ്രാന്തായ? ആടക്ക് പ്രാന്തേക്ക് നമുക്ക് ഞാൻ കാണിച്ചേരാം പോലെ ഒരു കുടുംബം. എന്താ നിങ്ങളെ തലക്ക് തീരെ സുഖമില്ല? എന്തിനാണ് ഷാബാക്കാനെ വണ്ടിച്ചത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ മുപ്പിരത്. നമ്മക്ക് മെമ്പർ സ്ഥാനം വേണ്ടേ? നമ്മൾ ഇതുവരെ ജയിച്ച മാതിരി കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ജയിച്ചാൽ പോലെ ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. ആർക്കെങ്കിലും കൊടുക്കുക? ഓരോരോ ഭർത്താക്കന്മാർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരെ കയ്യും കാലും പിടിച്ചിറക്കുക. നിങ്ങൾക്ക് അതിനൊരു വിലയില്ല അല്ലേ? നിങ്ങളൊരു പണി, നിങ്ങളെ പണി നോക്കിക്കോളി. ഞാനേ നിൽക്കും ചെയ്യും, ഇത് ജയിക്കും ചെയ്യും. ഇനി ഞാനെന്റെ പാർട്ടിയും കൂടെ ആയിക്കോളൂ കേട്ടാ. നിങ്ങളെ പണി നോക്കി. ഭാര്യമാർക്ക് സ്ഥാനമാനം കിട്ടാൻ വേണ്ടി കയ്യും കാലും പിടിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടോ. സ്വന്തം ഭാര്യയ്ക്ക് മെമ്പറാവാൻ ചാൻസ് കിട്ടിയിട്ട് ഉള്ള സമാധാനം പോയിട്ട് ഉള്ളിരിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ല. ആ എനിക്ക് മെമ്പറാവണം അല്ലേ? മെമ്പറാക്കി തരാം. ഇത് തോൽക്കാൻ വേണ്ടിയുള്ള എല്ലാ നാരെ കളി ഞാൻ കളിച്ചുതരാം.